ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഇന്ന് നമുക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത്, അതായത് റീസണിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അടുത്ത് കഴിഞ്ഞ PSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇനി വരാനിരിക്കുന്ന LP UP LDC പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% പേർ തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഇവിടെ 2 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിൽ 2ലും തോറ്റവരുടെ, പരാജയപ്പെട്ടവരുടെ ശതമാനമാണ് തന്നിട്ടുള്ളത്. 40% പേര് ഇംഗ്ലീഷിലും അതുപോലെ 53% പേര് ഗണിതത്തിലും എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇനി ഈ 2 വിഷയങ്ങളിലും കോമൺ ആയിട്ട് പരാജയപ്പെട്ട ആൾക്കാർ എത്രയാ? 15% പേരാണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ഡയഗ്രാം വരച്ച് നമുക്കിത് കാണാവുന്നതേ ഉള്ളൂ. അതിനായിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് 2 സർക്കിൾ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയാം. അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട, നമ്മളിതിൽ ജസ്റ്റ് നമ്പേഴ്സ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് 2 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് ദേ ഈ ഒരു പ്ലേസിൽ ഉണ്ടാവുക. ആ ഒരു ഇൻ്റർസെക്ഷൻ, അതായത് 2ഉം കൂടെ കോമൺ ആയിട്ട് വരുന്ന ഭാഗം കണ്ടില്ലേ? അവിടെ 2ലും കൂടെ തോറ്റ ആൾക്കാരെ നമ്മൾ എഴുതുക. അതായത് 15% പേരാണ് 2 സബ്ജക്റ്റിലും പരാജയപ്പെട്ടതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആ 15 പേരെ അവിടെ എഴുതി. ഇനി ഇത് നമുക്ക് ഇംഗ്ലീഷ് ആയിട്ടും എടുക്കാം. ഇംഗ്ലീഷിൽ പരാജയപ്പെട്ടവരെ എഴുതാനും ഇത് നമുക്ക് ഗണിതത്തിൽ പരാജയപ്പെട്ടവരെ എഴുതാനും വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഈ 2ലും തോറ്റവരെ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും തോറ്റിട്ടുണ്ടാവും, മാത്സിലും തോറ്റിട്ടുണ്ടാവും അല്ലെ? ഇംഗ്ലീഷിലും ഗണിതത്തിലും തോറ്റവരായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 40%-ന്ന് ഈ 15% നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വേണം ഇംഗ്ലീഷിൽ മാത്രം പരാജയപ്പെട്ടവരുടെ എണ്ണം എഴുതാനായിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 40 - 15 വേണം ഇവിടെ എഴുതാൻ. 40-ന്ന് 15 പോയാൽ ബാക്കി നമുക്ക് എത്രയാണ് കിട്ടുക? 25 കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ ഗണിതത്തിൽ എത്രയാ? 53% പേര് ഗണിതത്തിൽ തോറ്റു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ആ 2 എണ്ണത്തിലും കൂടെ തോറ്റ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 53-ൽ നിന്നും 15 പോയാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 38% കിട്ടുക. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? മൊത്തം 25% ആൾക്കാർ ഇംഗ്ലീഷിൽ മാത്രം പരാജയപ്പെട്ടു. 15% പേര് ഇംഗ്ലീഷിലും മാത്സിലും പരാജയപ്പെട്ടു. മാത്സിൽ മാത്രം 38% പേര് പരാജയപ്പെട്ടു. അപ്പം മുഴുവൻ പരാജയപ്പെട്ടവരെ എത്ര ശതമാനമാണെന്ന് അറിയാൻ ഇവരെ 3 പേരെയും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിജയിച്ചവരുടെ എണ്ണം അല്ലേ? മൊത്തം എത്ര പെർസെൻറ്റേജാ? 100%. ഈ 100%-ൽ നിന്ന് ഈ പരാജയപ്പെട്ടവരുടെ പെർസെൻറ്റേജ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിജയിച്ചവരുടെ പെർസെൻറ്റേജ് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 മൈനസ് ഇവരെ കൂട്ടുക. 25 + 15 + 38 ചെയ്യുമ്പോൾ നമുക്ക് 22% എന്നാണ് ആൻസർ വരിക. എത്രയാണ്? 22%. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇത്തരം ചോദ്യം വരുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ആയിട്ട് വരുന്ന ആളെ ആദ്യം സെൻറ്ററിൽ ഇവിടെ എഴുതണം. അതിനുശേഷം മൈനസ് ചെയ്തിട്ട് വേണം ഈ 2 സർക്കിളിനകത്ത് എഴുതാനായിട്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കൂ. ചുവപ്പ് = 12, നീല = 20, വയലറ്റ് = 42. മജന്തയുടെ കോഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പല പോസിബിലിറ്റീസും നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ഇംഗ്ലീഷിലേക്ക് എഴുതുകയാണേ. റെഡിൻ്റെ കോഡ് 12 എന്ന് തന്നിട്ടുണ്ട്.
അതുപോലെ ബ്ലൂവിൻ്റെ കോഡ് എത്രയാ? 20 എന്ന് തന്നിട്ടുണ്ട്. പിന്നീട് വയലറ്റിൻ്റെ കോഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 42 എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് മജന്തയുടെ കോഡാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നോക്കുക. ആർ എത്രാമതാണ് വരുന്നത്, ഇ എത്രാമതാണ്, ആൽഫബറ്റിൽ ABCD 1 2 3 4 അറിയാലോ. അപ്പോൾ ആറിൻ്റെ പൊസിഷൻ, അതുപോലെ ഇയുടെ പൊസിഷൻ, ഡിയുടെ പൊസിഷനൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്താലായിട്ട് നിങ്ങൾക്ക് ഈ 12 എന്ന് പറയുന്ന സംഖ്യ കിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു 12 കിട്ടിയിട്ടുണ്ടാവുക? ഇവിടെ നോക്കണേ, റെഡ് എന്ന് പറയുന്ന അതിനകത്ത്, അതായത് ആ ഒരു കളറിൽ ഉള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 3 ആണ്. 3 12 കിട്ടാൻ വല്ല വഴിയുണ്ടോ? 3 12 ആക്കാൻ നമുക്കൊരു ഇൻറ്റു 4 ചെയ്ത് നോക്കാം. ഈ ഇൻറ്റു 4 എന്ന് പറയുന്നത് 3ൻ്റെ തൊട്ടടുത്തുള്ള ഒരു സംഖ്യയാണ് അല്ലേ. 3 × 4 എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. അതായത് ഇവിടെ ബ്ലൂ എന്ന് എഴുതുമ്പോൾ നമ്മൾ 4 ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ 4 ഗുണിക്കണം, 4ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 5. 4ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 20 കിട്ടുന്നത് അല്ലേ. അതേപോലെ ഇവിടെ നോക്കൂ, വയലറ്റിനകത്ത് 6 ലെറ്റേഴ്സ് ആണുള്ളത്. 6ൻ്റെ തൊട്ടടുത്തത് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 6 7 ആണ് എന്ത്? 42 വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മജന്തയല്ലേ? മജന്തയുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 എണ്ണം അല്ലേ. 7 ലെറ്റേഴ്സ് ഉണ്ട് ഇൻറ്റു തൊട്ടടുത്ത ലെറ്റർ 8 അല്ലേ. 56 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മജന്തയുടെ കോഡായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പോസിബിലിറ്റി കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഓരോ ലെറ്റേഴ്സിൻ്റെ എണ്ണം ഇൻറ്റു തൊട്ടടുത്ത നമ്പർ. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. വിട്ടുപോയ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് കഴിഞ്ഞൊരു എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 10 12 15 68, പിന്നെ അറിയില്ല 20 51 38 27 കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്, ഒരു പസിൽ പോലെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ആ ബോക്സിൽ വരുന്ന സംഖ്യ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ചുറ്റുമുള്ള സംഖ്യകളുടെ പ്രത്യേകത ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിലുള്ളത് സിമ്പിളായി കണ്ടെത്താം. നമുക്കിപ്പോൾ ഇവിടുന്ന് 10 12ലേക്ക് എത്രയാണ് കൂടിയത്? +2 ആണ് അല്ലേ. അത് കഴിഞ്ഞു 12ൽ നിന്നും 15ലേക്ക് എത്രയാണ് കൂടിയത്? 12 15ലേക്ക് 3 ആണ് കൂടിയത് അല്ലേ. 2 3, ഇനി 4 വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഇവിടേക്ക് എത്തിയപ്പോൾ 5 ആണ് കൂടിയത്, +5. അപ്പോൾ തന്നെ ഈ നമ്പറിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത? 2 3 5. അടുത്തതിലേക്ക് പോകാം. 27ലേക്ക് വരാൻ 20നോട് എന്ത് ആഡ് ചെയ്യണം? 7. 2 3 5 7 എന്ന് പറയുന്നത് ഏത് സംഖ്യകളാണ്? പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ് അല്ലേ. 2 3 5 7 11 അങ്ങനെ പോകുന്ന സംഖ്യകൾ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 27ൽ നിന്നും 38ലേക്ക് പോകുമ്പോൾ 11 ആണ് കൂടുന്നത്. 38ൽ നിന്ന് 51ലേക്ക് പോകുമ്പോൾ 13 ആണ് ആഡ് ആവുന്നത്. ഇനി 51ൽ നിന്നും 68ലേക്ക് പോകുമ്പോൾ 17 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 17 വരെയുള്ള അഭാജ്യ സംഖ്യകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 17 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന അഭാജ്യ സംഖ്യ ഏതാണ്? 19 ആണ് 17 കഴിഞ്ഞ് വരുന്ന അഭാജ്യ സംഖ്യ. സോ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 68 + 19 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 68നോട് 19 കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 87 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. 87 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. തൊട്ടടുത്ത് കഴിഞ്ഞ WCPO എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണിത്. 4ാമത്തെ ക്വസ്റ്റ്യൻ. വിട്ടുപോയ സംഖ്യ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതുപോലെ 6 15 23 48, പിന്നെ അറിയാത്ത ഒരു സംഖ്യ 30 45 41 36.
അപ്പം നമുക്ക് 6ഉം 15ഉം അല്ലേ, 6ഉം 15ഉം ആണ്. അപ്പോൾ എത്രയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്? അല്ലെങ്കിൽ 6നോട് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്? 9 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. ഇനി 15നോട് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 23 കിട്ടുന്നത്? 15നോട് 8 ആഡ് ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. സോ ഈ ഒരു പാറ്റേൺ പോകുന്നത് ഇങ്ങനെയാണ്: 6 + 9 = 15. അടുത്തത് 15 + 8 = 23. അടുത്തത് 23 + 9 8 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ 7 ഒന്ന് ഇട്ട് നോക്കാം. 23 + 7 എത്ര കിട്ടും? 30 അല്ലേ? അപ്പോൾ 7 ഇവിടെ നിങ്ങട്ട് ആഡ് ആവുന്നത്. അതിനുശേഷം 30 + 6 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 36 വരുന്നത്. 36 + 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 41 വരുന്നത്. 41 + 4 ചെയ്യുമ്പോഴാണ് 45 കിട്ടുന്നത്. 45 + എത്രയാ 3 ചെയ്യുമ്പോഴാണ് 48 കിട്ടുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും. ഈ 48നോട് എത്ര നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും? 2 ആഡ് ചെയ്യേണ്ടി വരും. അതായത് 50 ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചുറ്റിലുമുള്ള ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കിയാൽ മതി. ആ പാറ്റേണിൽ എങ്ങനെയാണ് നമ്മളത് ആഡായി പോകുന്നത്? ചിലപ്പോൾ അത് പ്രൈം നമ്പർ ആവാം, ഒറ്റസംഖ്യകളാകാം, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ഇതിപ്പോൾ 9 മുതൽ താഴോട്ട് അങ്ങനെ കുറഞ്ഞു വരികയാണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 50 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ. ഇതും വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, 4, 9, 20, 43, 90 എന്നിങ്ങനെയാണ് സംഖ്യ പോകുന്നത് അല്ലേ. അതിൽ ഇപ്പോൾ ഇവിടെ സർക്കിളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നെക്സ്റ്റ് വരുന്ന സംഖ്യയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്ക് 4ൽ നിന്നും ഈ 9 ആയത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. 4ൽ നിന്നും 9 കിട്ടാൻ 4നോട് 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 8 കിട്ടും അല്ലേ. +1 ചെയ്താൽ എന്തായി? 9 ആയി. അപ്പോൾ അടുത്തതും അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കാം. 9നോട് 2 ഗുണിച്ചാൽ നമുക്ക് 18 കിട്ടുക. പക്ഷെ നമുക്ക് വേണ്ടത് ഏതാ? 20 ആണ്. അപ്പം നമുക്കിതിനോട് എന്ത് ചെയ്താൽ മതി? ഒരു 2 ആഡ് ചെയ്താൽ മതി, 20. ഇനി ഈ പാറ്റേൺ എല്ലായിടത്തും ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നമ്പർ 20 ആണ്. 20നോട് 2 ഗുണിച്ചാൽ നമുക്ക് 40 കിട്ടും. പ്ലസ് എന്ത് ചെയ്താലാണ് 43 ആവുക? 3 ചെയ്യുമ്പോഴാണ് 43 ആവുക അല്ലേ. അപ്പോൾ 43നോട് 2 ഇൻറ്റു ചെയ്തു, +3 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 90 കിട്ടുന്നത്. സോ നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ ആൻസർ എന്തായിരിക്കും? 90മായിട്ട് 2 ഗുണിക്കുക ഇവിടെ 4 വരുന്നത്. ഇവിടെ 4 ആണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 5നെയാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 185 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. 90 ഗുണിക്കണം 2 180 ആണ്. 180 + 5 എത്രയാ? 185. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതുപോലെ വിട്ടുപോയ സംഖ്യകളൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടി എന്ന് പറയുന്നതിൻ്റെ സംഖ്യ തന്നിട്ടുള്ളത് 777 ആണ്. അതായത് ഇത് ഇങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ RRRനെ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 555 ആണോ, 666 ആണോ, 888 ആണോ, 999 ആണോ? അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ആൽഫബറ്റ് വരുമ്പോൾ അതിൻ്റെ പൊസിഷനിലേക്കാണ് നമ്മൾ പോവാറുള്ളത് അല്ലേ. അപ്പോൾ ടിയുടെ പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഏതാണ് വരുന്നത്? കുറച്ച് വലുതായിട്ടുള്ള നമ്പറാണ് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 777 എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിപ്പോൾ 6 മുതലുള്ള ആൽഫബറ്റ് ഞാനൊന്ന് എഴുതുന്നുണ്ട്. RSTUVWXYZ. ഇനി ഇവിടുന്ന് തിരിച്ച് നമുക്കൊന്ന് നമ്പർ ചെയ്ത് പോവാം. 1 2 3 4 5 6 7 8 9. ഇപ്പം നിങ്ങൾക്ക് സംഗതി പിടികിട്ടി കാണും. നോക്കിക്കേ, ടിയുടെ പൊസിഷനിൽ വരുന്ന തിരിച്ചെഴുതുമ്പോഴുള്ള സംഖ്യ ഏതാണ്? 7 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്നത് എന്താണ്? 777 എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ RRR എന്ന് പറയുന്നത് എന്തായിരിക്കും? 999 ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നേരായിട്ടുള്ള പൊസിഷൻ നോക്കുക, കിട്ടിയില്ലെങ്കിൽ തിരിച്ചെഴുതി നോക്കുക. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതാനായിട്ട്. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളാണ് അല്ലേ. ഇരട്ട സംഖ്യകളാകുമ്പോൾ സെൻറ്ററിൽ ഉള്ള ആള് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒറ്റ സംഖ്യ ആണെങ്കിൽ 1, 2, 3, 4, 5 ആണെങ്കിൽ സെൻറ്ററിലുള്ള സംഖ്യയാണ് നമുക്ക് എന്ത് പറയാം, ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയാം. അപ്പോൾ ഇരട്ട സംഖ്യകളാകുമ്പോൾ ഇവിടെ ഇരട്ട സംഖ്യകളാകുമ്പോൾ ശരാശരി എന്ന് പറയുന്നത് 25 ആണ് അല്ലേ. ഇതാണ് എന്ത് ശരാശരി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന് സെൻറ്ററിലേക്ക് എഴുതാം. ഇനി തൊട്ടപ്പുറവും ഇപ്പുറമുള്ള സംഖ്യകൾ ഇരട്ട സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 24 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും 26 ആയിരിക്കും. ഇനി ഇങ്ങോട്ട് ഇരട്ട സംഖ്യകളാവുമ്പോൾ 28, ഇവിടെ വരുന്നത് 30, ഇവിടെയാണെങ്കിലോ 22, ഇവിടെ വരുന്നത് 20. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ സംഖ്യകൾ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആവറേജ് എന്ന് പറയുമ്പോൾ സെൻട്രൽ മോസ്റ്റ് വരുന്ന ആൾക്കാരാണ്. അതായത് 24 + 26 ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് ആവറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സെൻറ്ററിൽ എന്ത് ചെയ്തത് 25 എഴുതിയത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 30 വലിയ സംഖ്യ, 20 ചെറിയ സംഖ്യ. വ്യത്യാസം എത്രയാണ്, 10 അല്ലേ. സോ ഇവിടെ ആൻസർ എന്താ വരിക, സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ. 7ാമത്തെ ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് പറയുന്നത് 40%. ഈ 40% എത്ര മാർക്കാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. ആ മാർക്കാണ് ഇവർ അടുത്ത സെൻറ്റൻസിനകത്ത് തന്നിട്ടുള്ളത്. അവൻ 320 മാർക്ക് വാങ്ങി. അപ്പോൾ അവൻ എന്താണ് തോറ്റു എന്നാണ് പറയുന്നത് അല്ലേ. 320 മാർക്ക് കിട്ടി, അപ്പോൾ തോറ്റു. പക്ഷേ ഒരു 80 മാർക്കും കൂടെ വാങ്ങിയിരുന്നെങ്കിൽ അവൻ എന്താവുമായിരുന്നു, ജയിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ 320നോട് 80 കൂട്ടുമ്പോഴുള്ള മാർക്കാണ് ഈ 40% എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് വിജയിക്കാനുള്ള പെർസെൻറ്റേജ് ആണ് 40 മാർക്ക്. ഇവന് കിട്ടിയത് 320 മാർക്കാണ്. ഒരു 80 കൂടെ ആഡ് ആയിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ, ജയിച്ചേനെ. സോ നമ്മുടെ ഈ 40% എന്ന് പറയുന്നതാണ് ഈ 320 + 80 400 മാർക്ക് എന്ന് തന്നിട്ടുള്ളത്. 40% വിജയിക്കാനുള്ള ആ മാർക്ക് എത്രയാണ്, 400 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പരമാവധി മാർക്ക് എത്രയാണെന്ന്. പരമാവധി എന്ന് പറയുന്നത് 100% ആയിരിക്കും. അതിവിടെ നിന്ന് എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. അതിനായിട്ട് നമുക്ക് 400 ഗുണിക്കണം 100 ഡിവൈഡഡ് ബൈ 40 എന്നെഴുതാം. ഇവിടെ കട്ട് ചെയ്യാം നമുക്ക് 0, അതുപോലെ തന്നെ ഇവിടെ 100 എത്ര വരും, 1000 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, മാക്സിമം മാർക്കായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. 1/2, 1/4, 1/16 ഡാഷ് 1/6, 5, 5, 3, 6 വിട്ടുപോയത് പൂരിപ്പിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇവിടെ എന്താ 2 ആണ്, ഇവിടെ 2ന്റെ സ്ക്വയർ ആണ് അല്ലേ. പിന്നെ ഇവിടെ വരുന്നത് 4ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അടുത്തത് വരേണ്ടത് ആരാണ്, 16ന്റെ സ്ക്വയർ ആണ് അല്ലേ. 16ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, 256 ആണ്. 1/256, 16 സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1/256 ആണ് വരേണ്ടത്. അടുത്തത് വന്നിട്ടുള്ളത് 256ന്റെ എന്താണ്, സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. 10ാമത്തെ ചോദ്യം. 16, 33, 100, 401 നെക്സ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ 16ൽ നിന്നും 33 എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കാം. 16 × 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 32 കിട്ടും അല്ലേ. അത് 31 നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു +1 ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടും, 33 കിട്ടും. ഇനി ഇതേ പാറ്റേൺ അടുത്തതിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. 33 × 2 ചെയ്യുമ്പോൾ നമുക്ക് 66 വരുള്ളൂ. പക്ഷെ 3 ചെയ്താൽ നമുക്ക് ഏകദേശം 99ൻ്റെ അടുത്തേക്ക് എത്തും അല്ലേ. 99 എന്ന് 100ലേക്ക് പോകാൻ എളുപ്പമല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 33 × 3 ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് 99 ആണ്. ഈ 99നോട് 1 ആഡ് ചെയ്യുന്നതാണ് എത്ര,
100 എന്ന് പറയുന്നത്. അതേ പാറ്റേൺ ആയിരിക്കും ബാക്കിയുള്ളതിലും പോകുന്നത് എന്ന് നോക്കാം. അടുത്തതിൽ 100 ഗുണിക്കണം 2 ഗുണിച്ചു 3 ഗുണിച്ചു. അടുത്തത് ഏതാ ഗുണിക്കേണ്ടത്? 4 ആണ് അല്ലേ. 100 × 4 എന്ന് പറയുന്നത് 400 ആണ്. 400നോട് 1 കൂട്ടുന്നത് എന്താണ്? 401 ആണ്. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത്. അപ്പം നെക്സ്റ്റ് നമ്പർ കാണാനായിട്ട് നമ്മൾ 401 × 5 ചെയ്യണം. 401 × 5 ചെയ്താൽ 2005 ആണ് കിട്ടുന്നത്. +1 ചെയ്യുമ്പോൾ നമുക്ക് 2006 ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒറ്റയാനെ കണ്ടെത്തുക. 10, 30, 130, 340 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 10ഉം 30ഉം 130ഉം 340 ഒക്കെ ഏതെങ്കിലും ഒരു ഇതുപോലെ നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യം ചെയ്തതുപോലെയുള്ള പാറ്റേണിൽ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമുക്ക് 10 കിട്ടാനായിട്ട് 2 ക്യൂബ് എത്രയാണ്? 8 ആണ് അല്ലേ. 8നോട് എന്ത് കൂട്ടിയാൽ മതി? 2 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും അല്ലേ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8നോട് 2 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. അതേപോലെ നമ്മൾ അടുത്ത സംഖ്യയായ 3 ക്യൂബ് ഒന്ന് ചെയ്ത് നോക്കാം. 3 ക്യൂബ് എത്രയാ? 27 ആണ് അല്ലേ. 27നോട് എന്ത് കൂട്ടിയാലാ 30 കിട്ടുക? 3 അല്ലേ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സംഖ്യയുടെ ക്യൂബ് എടുക്കുക പ്ലസ് ആ സംഖ്യ തന്നെ ചെയ്യുമ്പോഴാണ് ഇവിടെ നമ്പേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം നമുക്കിവിടെ 30 വരും. അടുത്തത് 4 ക്യൂബാണ്. 4 ക്യൂബ് +4 ചെയ്യുമ്പോൾ എത്രയാണ് വരണമെന്ന് നോക്കാം. 4ന്റെ ക്യൂബ് +4 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 130 കിട്ടുന്നുണ്ടോ നോക്കണം അല്ലേ. 4ന്റെ ക്യൂബ് +4 ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? 130 കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ തൊട്ടടുത്ത സംഖ്യയിലേക്ക് പോകണം. 5 ക്യൂബ് +5 എത്ര വരുന്നത്? 5 ക്യൂബ് 125 +5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 130 കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ 2, 3, 5 എന്ന പ്രൈം നമ്പേഴ്സ് ആണ് ഇവിടെ പാറ്റേണിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ 2, 3, 5 എന്താണ്? പ്രൈം നമ്പർ ആണ്. അപ്പോൾ അടുത്ത് എടുക്കേണ്ടത് ഏതാണ്? അടുത്ത പ്രൈം നമ്പറായ 7 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 7 ക്യൂബ് +7 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 7ന്റെ ക്യൂബ് 343 +7 ചെയ്യുമ്പോൾ 350 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏതാണ്? 340 ആണ്. അപ്പോൾ തൊട്ടടുത്തത് 4 ക്യൂബ് +4 ചെയ്ത് അതാണ് തെറ്റ് എന്ന് വിചാരിക്കരുത്. തൊട്ടടുത്ത സംഖ്യയും കൂടെ എടുത്തു നോക്കിയതിന് ശേഷം മാത്രം ഫൈനലൈസ് ചെയ്യുക. സോ ഇവിടെ ആൻസർ ഒറ്റയാൻ എന്ന് പറയുന്നത് ആരാണ്? 340 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക തരം കോഡ് ഉപയോഗിച്ച് പോലീസ് എന്നത് 763935 എന്ന് എഴുതുന്നു. എന്നാൽ ഇതേ കോഡ് ഉപയോഗിച്ച് കാറ്റ്, ഡോഗ് ഇവയെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാറ്റിന്റെ കോഡ് 321, ഡോഗിന്റെ കോഡ് 467. താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണ്. 1 ശരിയാണ്, 2 തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പോലീസ് എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ കോഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. 763935. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും. നമുക്കൊരു ഇജോടി എന്ന് പറയുന്ന ഒരു കോഡ് എടുക്കാം. എന്താണ് EJOTY എന്ന് പറയുന്നത്? ഇത് ഇ എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്ററാണ്, ജെ 10ാമത്തെ ലെറ്ററാണ്, O 15ാമത്തെ ലെറ്ററാണ്, ടി എന്ന് പറയുന്നത് 20ാമത്തെ ലെറ്ററാണ്, Y 25ാമത്തെ ലെറ്ററാണ് അല്ലേ. സോ ഇതിങ്ങനെ സിമ്പിളായിട്ട് എഴുതി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിയുടെ കോഡ് ഏതാണ്, ഈ ഒയുടെ കോഡ് ഏതാണ്, അല്ലെങ്കിൽ ഒയുടെ കറസ്പോണ്ടിങ് നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പിയുടെ, അതായത് പി എന്ന് പറയുന്ന ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എത്രാമത്തെ പൊസിഷനിലാണ് പി എന്ന് പറയുന്നത്? 16th പൊസിഷനിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അറിയാം O കഴിഞ്ഞിട്ടാണ് പി അല്ലേ. LMNOP അല്ലേ. O കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ 15 കഴിഞ്ഞിട്ടാണ് 16ാമത്തെ പി എന്ന് പറയുന്ന ലെറ്റർ. അപ്പോൾ പിയുടെ 16ആണ്. പക്ഷേ ഇവിടെ പിയുടെ കോഡ് എത്രയാണ്? 7 ആണ് അല്ലേ. ഈ 16ന്ന് 7 കിട്ടാൻ ഒരു എളുപ്പ വഴിയില്ലേ? ഈ 6നെയും 1നെയും കൂടെ കൂട്ടിയാൽ പോരെ. 6 + 1 എന്ത്? 7. സോ അങ്ങനെ ആവാം പി എന്ന് പറയുന്നതിൻ്റെ കോഡ് 7 എഴുതിയിട്ടുണ്ടാവാം. അതുപോലെ O ഒന്ന് നോക്കൂ. O എന്ന് പറയുന്ന ലെറ്ററിൻ്റെ കോഡ് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 15 ആണ്. O 15 ആണ്. അപ്പോൾ 15 എന്നുള്ള ആ ഒരു പൊസിഷനെ എഴുതിയിട്ടുള്ളത് 6 എന്നാണ്. അതിനർത്ഥം ഈ 1 + 5 ആണ്. 5നെയും 1നെയും എന്ത് ചെയ്തിരിക്കുക? ആഡ് ചെയ്തിരിക്കുക. അതാണ് ഈ 6. അതേപോലെ തന്നെ എല്ല് നോക്കാം. എല്ലിൻ്റെ പൊസിഷൻ 12 ആണ്. അതിനെ 2 + 1 3 ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഓക്കെ. ബാക്കി ഐ എന്ന് പറയുന്നത് 9ാമത്തെ പൊസിഷനിൽ തന്നെയാണ്, സി 3ാമത്തെ പൊസിഷനിലും ഈ 5ാമത്തെ പൊസിഷനിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യകളെയൊക്കെ ആ ഡിജിറ്റുകൾ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഒറ്റ സംഖ്യ ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇതേ രീതിയിൽ തന്നെയാണോ കാറ്റും ഡോഗും എഴുതിയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കാറ്റ് നമുക്ക് എഴുതാം. സി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്. ടി എന്ന് പറയുന്നത് എത്രയാണ് വരിക? ടി എന്ന് പറയുന്നത് 20 ആണ് അല്ലേ? ടിയുടെ പൊസിഷൻ 20 ആണ്. അപ്പോൾ 2 + 0 എത്രയാ? 2. 312 ആണ് എന്ത് വരുന്നത്? കാറ്റിൻ്റെ കോഡ് വരുന്നത്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 321 ആണ്. സോ പ്രസ്താവന 1 എന്താ? തെറ്റാണ്. ഇനി 2ാമത്തേത് നമുക്ക് തന്നിട്ടുള്ളത് ഡോഗാണ് അല്ലേ? ഡോഗും ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. ഡിയുടെ കോഡ് 4 ആണ്. ഓ 15 ആണ്. 5 + 1 നമ്മൾ എന്ത് എഴുതണം? 6 എഴുതണം. പിന്നീട് ജി വരുന്നത് 7 ആണ്. 4, 6, 7 467. അത് ശരിയാണോ തന്നിട്ടുള്ളത്? ദേ ശരിയാണ് തന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ എന്ത് പറയാം? 1ാമത്തെ പ്രസ്താവന തെറ്റാണ്, 2ാമത്തെ പ്രസ്താവന ശരിയാണ്. സോ ഇവിടെ ഏതാണ്? 1 തെറ്റ്, 2 ശരി. ഓപ്ഷൻ ഡി. നോക്കൂ, 1 തെറ്റാണ്, 2 ശരിയാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു കോഡിങ് എങ്ങനെ നമുക്ക് ചെയ്യാം? ഒരു പ്രസ്താവന രൂപത്തിൽ ചോദ്യം വന്നാൽ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ആലോചിച്ച് പോയിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് 12 ചോദ്യങ്ങളാണ് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് നിന്നുള്ളത്. ഇതുപോലത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു രീതിയിലൊക്കെ ആലോചിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.